എർത്ത് മീഡിയയിലേക്ക് സ്വാഗതം. ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച ഘാതക് ഡ്രോൺ യാഥാർത്ഥ്യത്തിലേക്ക് കടക്കുന്നു. വ്യാവസായിക ഉൽപാദനത്തിന് മുന്നോടിയായുള്ള ഡ്രോണിന്റെ പൂർണ്ണ വലുപ്പത്തിലുള്ള നിർമ്മാണത്തിനൊരുങ്ങുകയാണ് DRDO. റഡാർ സിഗ്നലുകൾക്ക് കണ്ടെത്താൻ ബുദ്ധിമുട്ടുള്ള സ്റ്റെൽത്ത് സാങ്കേതിക വിദ്യ ഉൾക്കൊള്ളുന്ന ഘാതക് ഡ്രോൺ DRDOയും എയ്റോനോട്ടിക്കൽ ഡെവലപ്മെന്റ് എസ്റ്റാബ്ലിഷ്മെന്റും ചേർന്നാണ് വികസിപ്പിക്കുന്നത്. ഘാതക് ഡ്രോൺ പദ്ധതിക്ക് കേന്ദ്ര സർക്കാർ ഫണ്ട് നേരത്തെ അനുവദിച്ചിരുന്നതായാണ് പറയുന്നത്. തദ്ദേശീയമായ സ്ലെത്ത് എയർക്രാഫ്റ്റ് പദ്ധതിക്ക് വേണ്ടി ഘാതക് ഡ്രോണിനും തദ്ദേശീയമായ അഡ്വാൻസ്ഡ് മീഡിയം കോമ്പാക്ട് എയർക്രാഫ്റ്റ് പദ്ധതിക്കും കേന്ദ്ര സർക്കാർ ഫണ്ട് അനുവദിച്ചിരുന്നു. പൂർണ്ണമായ വലുപ്പത്തിൽ 12 ടൺ ഭാരമുള്ള ഡ്രോണായിരിക്കും ഘാതക്. ശത്രുകേന്ദ്രങ്ങളിലേക്ക് കടന്നുകയറി ആക്രമണം നടത്തുക, രഹസ്യ വിവരങ്ങൾ ശേഖരിക്കൽ തുടങ്ങിയ ദൗത്യങ്ങൾക്ക് ഉപയോഗിക്കുന്നതിന് വേണ്ടിയാണ് ഘാതക് ഡ്രോണിനെ വികസിപ്പിക്കുന്നത്. 1.5 ടൺ ഭാരമുള്ള പേലോഡുകൾ വഹിക്കാൻ സാധിക്കുന്ന ഇന്റേണൽ വെപ്പൺസ് ബേ ആണ് ഘാതകിന്റെ സവിശേഷതകളിൽ ഒന്ന്. പ്രിസിഷൻ ഗൈഡ് ബോംബുകൾ, മിസൈലുകൾ ഉൾപ്പെടെയുള്ളവ കൂടുതൽ വഹിക്കാൻ ഇത് ഘാതകിന് ശേഷി നൽകും. മാത്രമല്ല, മറ്റ് യുദ്ധവിമാനങ്ങളെ അപേക്ഷിച്ച് കുറഞ്ഞ റഡാർ ക്രോസ് സെക്ഷൻ മാത്രമാണ് ഘാതകിനുള്ളത്. അതുകൊണ്ട് തന്നെ ഇതിനെ റഡാറുകൾക്ക് തിരിച്ചറിയാൻ പ്രയാസമാണ്. AMCA ഘാതക് പദ്ധതികൾക്ക് വേണ്ടി 400 കോടി രൂപ മുമ്പ് അനുവദിച്ചിരുന്നു. അതിനു പുറമെ സുരക്ഷാ കാര്യങ്ങൾക്കുള്ള ക്യാബിനറ്റ് കമ്മിറ്റി അനുമതി നൽകിയതോടെ 15,000 കോടി കൂടി അധികമായി അനുവദിച്ചു. ഇതിലൊരു ഭാഗം ഘാതകിന് വേണ്ടി വിനിയോഗിക്കും. ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച കാവേരി എഞ്ചിനാണ് ഘാതകിനുള്ളത്. നേരത്തെ തേജസ് യുദ്ധവിമാനത്തിന് വേണ്ടിയാണ് കാവേരി എഞ്ചിൻ വികസിപ്പിച്ചതെങ്കിലും ആവശ്യമായ പ്രകടനം കാഴ്ചവെക്കാത്തതിനാൽ കാവേരി എഞ്ചിൻ പദ്ധതി ഇടയ്ക്ക് വെച്ച് നിലച്ചിരുന്നു. പിന്നീട് ഘാതക് ഡ്രോണിന് ഇത് അനുയോജ്യമാകുമെന്ന് കണ്ടെത്തിയിരുന്നു. സ്റ്റെൽത്ത് സാങ്കേതിക വിദ്യ ഉൾക്കൊള്ളുന്ന എയർക്രാഫ്റ്റുകൾക്ക് അത്യാവശ്യം വേണ്ടതാണ് കുറഞ്ഞ ഇൻഫ്രാറെഡ് സിഗ്നലുകൾ പുറത്തുവിടുന്ന എഞ്ചിൻ. കാവേരി എഞ്ചിനും ഈ സവിശേഷതകളുണ്ട്. മാത്രമല്ല, ശബ്ദവേഗതയിൽ പറക്കാനുള്ള തള്ളൽ ശക്തിയും ഇത് ഘാതകിന് നൽകും. പൈലറ്റ് പറത്തുന്ന യുദ്ധവിമാനങ്ങൾക്കൊപ്പം ഘാതകിനെയും നിയന്ത്രിക്കാനാകും. യുദ്ധവിമാനത്തിലെ പൈലറ്റിനെ നിയന്ത്രിക്കാനും അവരെ സഹായിക്കാനും ഘാതകിന് കഴിയുമെന്നാണ് വിദഗ്ധർ പറയുന്നത്. പൈലറ്റിനെയും യുദ്ധവിമാനത്തെയും ശത്രുവിന്റെ ആക്രമണത്തിൽ നിന്ന് തടുക്കുകയും അവർക്ക് ശത്രു കേന്ദ്രങ്ങളിലേക്ക് കടന്നുകയറൽ എളുപ്പമാക്കുകയും ചെയ്യും. നിലവിൽ ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച തേജസിനെ അപേക്ഷിച്ച് നോക്കിയാൽ ഘാതകിന് വലിപ്പമേറിയ ചിറകുകളാണുള്ളത്. ക്രൂസ് വേഗത തേജസിനേക്കാളും കുറവായിരിക്കും. തുടർച്ചയായി നിർത്താതെ 8 മണിക്കൂർ വരെ ദൗത്യത്തിനായി ഘാതകിനെ ഉപയോഗിക്കാം. കൂടുതൽ നേരം തുടർച്ചയായി പറക്കാനും റഡാർ നിരീക്ഷണത്തെ കബളിപ്പിക്കാനുമുള്ള സംവിധാനങ്ങൾ ഉപയോഗിക്കുന്നത് കൊണ്ടാണ് ഘാതകിന് യുദ്ധവിമാനങ്ങളെക്കാൾ വേഗത കുറഞ്ഞത്. പക്ഷേ സ്റ്റെൽത്ത് സാങ്കേതിക വിദ്യയും കൂടുതൽ നേരം ആയുധങ്ങളുമായി തുടർച്ചയായി ഉപയോഗിക്കാമെന്നും ഘാതകിനെ വേറിട്ട് നിൽക്കുന്നു.